കോൺട്രാബാൻഡ് പോലീസിന്റെ ഒരു പാർട്ടിയായിട്ട്. സോ എഗെയിൻ എന്ന് പറയാൻ കാരണം നമ്മൾ ഇതിന് മുന്നേ കളിച്ചത് 2 വർഷം മുന്നാണ്. യെസ്, ആൻഡ് ഇപ്പൊ ഈ ഗെയിം ഇറങ്ങിയിരിക്കുകയാണ്. സോ കളിച്ചു നോക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇല്ലല്ലോ, എടോ അതൊന്നും പറയാൻ പറ്റില്ല. സാർ ഇപ്പൊ ഭോപ്പാലില്ല, സുധാകര കുറുപ്പിനെ പിടിക്കാൻ പോയതാണ്. ബോർഡർ കരിക്കട്ട അല്ല, ബോർഡർ കരിക്കട്ട കരിക്കട്ടക്ക എന്ന് പറഞ്ഞ എന്തൊരു സ്ഥലത്താണ് നമ്മള് നിക്കാൻ വന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഗെയിമിന്റെ ഇത് അറിയില്ലേ ഞാൻ പറയാം. നമ്മളൊരു ബോർഡർ പെട്രോളിംഗ്, ഒരു പോലീസ്, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതായത് കാറുകൾ ചെക്ക് ചെയ്യലും മാത്രമല്ല, നമ്മള് വേറെ എന്തൊക്കെയോ വലിയ വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് അറിയണേ. ഓക്കെ, നമ്മളിപ്പോ ഈ ഒരു ബോർഡറിലാണ് നിൽക്കണേ. ഒരു ചൈനീസ് ബോർഡർ എന്തോ തോന്നും. ആൻഡ് ഇതാണ് നമ്മുടെ ഓഫീസ് സെറ്റപ്പ്. ഓഫീസല്ല, ഇവിടെ ഒരു സെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. കണ്ടാ സെറ്റപ്പ് കണ്ട. സോ ഇവിടെ നമ്മൾ ടോർച്ച് എടുക്കണം. സോ നമ്മുടെ ഫസ്റ്റ് വണ്ടി വന്നിട്ട് നമുക്ക് എന്തായാലും കടത്തി വിടണം. കടത്തി വിടല്ല, നമ്മള് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ കുറച്ചധികം പണിയുണ്ട് ഈ വണ്ടി ചെക്ക് ചെയ്യാലെന്ന് വെച്ചാൽ. കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ തുടക്കാണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്കിത് കഴിഞ്ഞാൽ ടയർ തൊട്ടി വണ്ടിയുടെ എഞ്ചിൻ വരെ നമ്മളെ കൊണ്ട് ഇവരെ അഴിപ്പിച്ച് നോക്കും. സോ ആദ്യം നമ്മൾ ഇയാളുടെ പേപ്പർ വാങ്ങാൻ വെച്ചാൽ ആരുടെ പേപ്പർ തന്നെ പേപ്പർ തന്നെ. സോ ഇയാളുടെ പാസ്പോർട്ട് നമ്മൾ മേടിച്ചു. ഓക്കെ, ആൻഡ് നമ്മുടെ കയ്യിലൊരു സിറ്റിസൺ ID നമ്മൾ ചെക്ക് ചെയ്യണം കറക്റ്റ് ആണോ എന്നൊക്കെ. ഇതാണ് ഇയാളുടെ പേര്. ഇത് കണ്ട, മാച്ചായി. മിസ് മാച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവറിനെ കടത്തിവിടാൻ അനുവാദമില്ല. ഇതെന്ന് പറഞ്ഞാൽ വേറെന്തോ ടൈപ്പാന്ന് പറയണേ. അതിന് നമ്മുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഉണ്ട്. സോ ഇതില് നമ്മള് പേരും ഇതും കറക്റ്റ് ആണെങ്കിൽ ഇവിടെ കറക്റ്റ്, ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇതുവാ കൊടുക്കുക. മാച്ചാണ്. ഇതും കൊടുത്തു. 38 വയസ്സ് സെറ്റ്. ഇത് കൊടുത്തു. ഇതെല്ലാം മാച്ചാ കണ്ട. സോ ഈ പുള്ളിക്കാരൻ കറക്റ്റ് ആണ്. നമുക്ക് ഇയാളെ അപ്രൂവ് ചെയ്ത് വിടാം. സിമ്പിൾ, ഇത്രേ പരിപാടിയുള്ളൂ. ഞാൻ പോകുന്നു. പക്ഷെ വലിയ ലെവലെത്തുമ്പോ നമുക്ക് ഇതിൽ കുറെ പണി വരും. നമ്മുടെ വണ്ടിയുടെ എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരാളെ കറക്റ്റ് ആയിട്ട് കടത്തിവിട്ടാണ് നമുക്ക് $120 കിട്ടി. ഇങ്ങനെ നമ്മള് പൈസക്കാരനാവും. അതുണ്ട്. യെസ്, അതാണല്ലോ വെച്ചാൽ പാസ്പോർട്ട് നമ്പർ ചെക്ക് ചെയ്യണം. ഇത് വാലിഡ് അല്ലേ? മിസ് മാച്ച് ആണ് കണ്ട. സോ ഇത് കറക്റ്റ് അല്ല. ഈ മിസ് മാച്ച് ആണെങ്കിൽ ഈ പുള്ളിനെ കടത്താൻ പാടില്ല എന്നല്ലേ പറഞ്ഞേ. സോ നമ്മൾ ഈ പുള്ളിനെ ഡിനൈ ചെയ്തു. എനിക്ക് പോകാൻ അനുവാദമില്ല. മച്ചാനെ പോവാൻ പറ്റില്ല. അവിടെ പോവാൻ പറ്റില്ല. ഡേറ്റ് മിസ് മാച്ച് ആണ്. ഡേറ്റ് മിസ് മാച്ച് ആണെങ്കിൽ നമുക്ക് കടത്തിവിടാൻ അനുവാദം ഇല്ല. ശരി, കടക്കാൻ അനുവാദം ഇല്ല. അവിടെ അവന്റെ കള്ളത്തരം കണ്ട. കറക്റ്റ് ആയിരുന്നു. $240. ഇതില് പിന്നെ വെയിറ്റ് ഒക്കെ നോക്കാട്ടാ. 1290. ഓക്കെ മച്ചാനെ, ഡോക്യുമെന്റ് സിമ്പിൾ പരിപാടി. സോറി, വെയിറ്റ് ചെയ്യേ. പേരും ഇതും കറക്റ്റ് ആണ്. പാസ്പോർട്ട് കറക്റ്റ് ആണ്. ഇതും കറക്റ്റ് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് 36 വയസ്സ്. അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ വണ്ടിയുടെ ഉള്ളിലും എല്ലാം ചെക്ക് ചെയ്യണം. നമ്മളിപ്പൊ ചെക്ക് ചെയ്യാറായിട്ടില്ല എന്ന് തോന്നുന്നു. അതവര് പറയും ചെക്ക് ചെയ്യാറാവുമ്പോ. പൊക്ക മച്ചാനെ, പൊക്ക. സെറ്റാണ്. അത്തരല്ല. വരട്ടെ. മച്ചാൻ വെയിറ്റ്. പോലീസിനെ ഡോർ തുറന്നിട്ട് അവനത് അടയ്ക്കണേ. എന്ത് ധൈര്യം ഉണ്ടവന്. പോലീസിന്റെ മുമ്പിൽ ഇവനെ ഒരിതാ പേരൊക്കെ നിന്നെ ഇവനെ കുറച്ച് ഇവനെ കടത്തി വിടാൻ പോലും ഞാൻ വിചാരിച്ചിട്ടില്ലേ. അവൻ ആദ്യമേ പോലീസിനെ അങ്ങ് കയറി അങ്ങ് താങ്ങുകയും ചെയ്യില്ലേ. ഇവനൊന്ന് കടത്തി വിടാനേ പാടില്ല. നീ പോണ്ട. അവന്റെ അപ്പ ആ ഒരു ഇത് കണ്ടപ്പോഴേക്ക് തോന്നി ഇവൻ കുറച്ച് ഡേഞ്ചറാന്ന്. പൊക്കോ തിരിച്ചു പൊക്കോ. സീനില്ല. പോലീസ് മനസ്സിലായില്ലേ? അന്തഭയം. അതാണ് ഇവിടെ പോലീസാണ് ഇവിടെ മെയിൻ ആൾക്കാർ. ഇവിടെ ഞങ്ങക്ക് മീതെ താഴെ ഒരു പരുന്നും പറക്കില്ല. ഓക്കെ, സെറ്റായി പറയണ. എടി, ഇതാണ് നമുക്ക് കിടക്കാനുള്ള സ്ഥലം. ഇതെന്താ പെട്ടിക്കടയാ? ഇതിലെങ്ങനെയാ ജീവിക്കുക? എന്തുവാണ് അവസ്ഥ അല്ലേ? ഈ പെട്ടിക്കടയിൽ ജീവിക്കണം. അങ്ങനെ സന്ധ്യ രാത്രി നല്ല പൈസ ഉണ്ടാക്കിയെന്നാ പറയണേ. അടുത്ത ദിവസത്തെ ട്രെയിനിങ് ആയി. ഇവര് 10 എന്ന് പറഞ്ഞ ആരുമാണ് നമ്മളെ ഇന്ന് ട്രെയിൻ ചെയ്യിക്കണം. ഓക്കെ, ഇവര് പറഞ്ഞ സ്മഗ്ലേഴ്സ് ഉണ്ടാവുന്ന. കണ്ടാ, 54 വയസ്സുള്ള ഒരാളുണ്ട് സ്മഗ്ലർ. പിന്നെ O01WP എന്ന് പറഞ്ഞൊരു വണ്ടിയിൽ സ്മഗ്ലർ ഉണ്ട് എന്നാ പറയണേ. ഇത് രണ്ടും കടത്തിവിടാൻ പാടില്ല നമ്മള്. 01WP അല്ലേ? യെസ് സാർ, ഞാൻ കടത്തിവിടില്ല. കമൺ ഇവന്റെ വണ്ടിയാ. നമ്പർ 01WP.
01WP വന്നാട്ടെ, ഇറങ്ങിയാട്ടെ സാർ, ഇറങ്ങി നിന്നാലും സാർ. അളിയനെ ഫുൾ സെറ്റാടാ. കണ്ട് ഇതണ്ടാ, ഈ സൈനാണ് ഒളിപ്പിക്കണ സ്ഥലം എന്നാണ് ഇവര് പറയണേ. കള്ളൻ കണ്ടാ പറയാ കള്ളനാന്ന്, കണ്ടാലും പറയും കള്ളനാന്ന്. പക്ഷെ കുഴപ്പമില്ല, കത്തി എടുക്കാം, കത്തി. നിന്നെ വണ്ടി ഒന്ന് വെട്ടി പൊളിക്കും, കാണിച്ചു തരാം. പൊളിക്കടാ. മയക്കുമരുന്ന് അല്ലടാ. യെസ് സാർ, ഞാൻ കടത്തി വിട്ടില്ല. അറസി. ഓ അയ്യോ, പാവത്തിന് അറസ്റ്റ് ചെയ്തേട്ടാ. പാവല്ല, അറസ്റ്റ് ചെയ്തു. കേറിക്കോ സെല്ലി, കേറിക്കോ. ഇരുമാടിയാക്കി അടങ്ങി അവിടെ ഇരുന്നേക്കണം. സെറ്റ് അളിയനെ നൈസായിട്ടങ്ങ് മയക്കുമരുന്ന് കടത്താനുള്ള പരിപാടിയായിരുന്നു. നമ്മൾ സമ്മതിക്കൂ ഇല്ല. ഇനി പോലീസുകാരനോട് ഇത് മാറ്റാൻ പറയാൻ വണ്ടി. മച്ചാനെ വണ്ടി മാറ്റി. പൈസ കിട്ടി. അടുത്താളെ. ഇനി ഒരു സ്മഗ്ലറും കൂടി, 54 വയസ്സുള്ള ഒരാള്. ഓ, നമുക്ക് ഇവർ കൊറേ ടൂള്. എന്റെ അളിയാ, ടൂള് കേട്ടാ. ഇവന്റെ ഏജ് ആണ് നമ്മൾ നോക്കണ്ടേ. പേപ്പർ ഏജ്. ഓ, ഇതന്നെ മിസ്മാച്ച് ആണല്ലോ മച്ചാനെ. കൊള്ളാലോ. നിന്റെ വല്ല ഒരു ഡോക്യുമെന്റ് ഉണ്ടോ നിന്റെ കറക്റ്റ് ആയിട്ടുള്ളത്? അളിയന്റെ ഒറ്റ ഡോക്യുമെന്റ് ഇല്ലാട്ടാ കറക്റ്റ് ആയിട്ടുള്ളത്. സിംഗിൾ ഡോക്യുമെന്റ് ഇല്ല കറക്റ്റ് ആയിട്ടുള്ളത്. നിന്റെ വണ്ടി ഒന്ന് പരിശോധിക്കേണ്ടി വരും. അപ്പൊ ഇറങ്ങി. ഡോക്യുമെന്റിൽ ഇത്രയും പറ്റിക്കലുണ്ടെങ്കിൽ എന്തായാലും ഈ വണ്ടിയിൽ ഒരു പറ്റിയപ്പോ ഉണ്ടാവും. ഇതിലൊന്നുമില്ല. ഒന്നുമില്ല മച്ചാനെ. അപ്രൂവ് ചെയ്യണില്ലേട്ടാ, ഞാൻ അപ്രൂവ് ചെയ്യാൻ പറ്റില്ല. കേറി കിടന്നുറങ്ങാൻ സമയം. പൊക്കോ. തിരിച്ചു പോക്കോ. അവനെ കടത്തി വിട്ടു. അവനെ കടത്തി വിടാൻ പറ്റില്ല. കാരണം ആള് വന്നോടാ. ഇവിടെ എന്താ പേപ്പർ എടുക്ക്. മാച്ചിങ് ആണ്. ഏജ് 56 എന്നാ പറയണ ഏജ് സ്മഗ്ലറിന്റെ. മച്ചാനെ ഒന്നിറങ്ങി ചെക്ക് ചെയ്യണല്ലോ, വണ്ടി ചെക്ക് ചെയ്യണല്ലോ. എല്ലാം തുറന്നു. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇത് അവനല്ല സാർ. ആള് പാവാണ് കേട്ടാ. കേറിക്കോ. തെറ്റിയരിച്ച. പൊക്കോ. 56 വയസ്സുള്ള ആളെ കടത്തി വിടാൻ പറ്റില്ല, അങ്ങനെയാണോ ഇത് പറയണത്? വൺ ഓഫ് ഇൻഫോർമന്റ് വാല്യൂബിൾ ഇൻഫർമേഷൻ. 54 ഡ്രൈവറിന്റെ ഏജ്. ഓക്കെ, കറക്റ്റാ. അടുത്താള്. പോറ്റെ. വരട്ടടേ, സമയമില്ല. മനുഷ്യനെ ഉറക്കം വന്നു. രാത്രിയിലോ. കള്ളൻ ഇല്ലീഗലായിട്ട് നീ കടത്തണ ആൾക്കാർ പെട്ടെന്ന് വായിലടക്കുന്നുണ്ട്. എന്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടത്. എല്ലാം കറക്റ്റ് ആണല്ലോ. ശിവനെ പിടിക്കാനും ഇല്ലേ. 54 വയസ്സുള്ള ഒരാളുണ്ട്. സ്മഗ്ലർ. ഞങ്ങക്ക് മീതെ താഴെ ഒരു പൈസ മറക്കില്ല. കുറുപ്പ്, സുകുമാരക്കുറുപ്പ്.